പണ്ട് ഷിക്കാഗോയിൽ ഒരു ലോക മതസമ്മേളനം നടക്കുമ്പോഴും നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അത്യധികം മഹത്തകരമായിരിക്കുന്നതും എന്താണ് ജ്ഞാനപൂർണ്ണമായിരിക്കുന്ന ഒരു പ്രസംഗം നടത്തിയെന്നാണ് ഈ കേട്ടുകേൾവി. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ സകല ലോകങ്ങളും അവനെ വാഴ്ത്തി. ഇത്ര മനോഹരമായിരിക്കുന്ന ഒരു പ്രസംഗം ആർക്ക് ചെയ്യുവാൻ കഴിയും? എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനി എഴുന്നേറ്റിട്ട് തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞാട്ടെ, വിവേകാനന്ദന്റെ പ്രസംഗം വളരെ മനോഹരമായിരുന്നു, അത് ഉജ്ജ്വലമായിരുന്നു, നമ്മുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നതുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ അവന്റെ മനസാക്ഷിക്ക് കുറ്റം കൊടുക്കുന്ന ഒരു തെറ്റവൻ ചെയ്തു. നോക്ക്, അവൻ ആ പാപം ചെയ്തു, സത്യം തന്നെ. പക്ഷെ അവന്റെ മനസാക്ഷിക്ക് ഒരു സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചാലും ആ സമാധാനം കൊടുപ്പാന് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും പ്രത്യുത്തരം പറയുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട, നമ്മൾ എല്ലാവരും പാപം ചെയ്തവരാണ്. കൊലപാതകം മാത്രമല്ല പാപം, ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നതും പാപമാണ്. എല്ലാവരും പാപം ചെയ്ത് നമ്മളിങ്ങനെ മനസാക്ഷിക്ക് സമാധാനമില്ല നടക്കുമ്പോഴും നമ്മുടെ മനസാക്ഷിക്ക് ഒരു സമാധാനം നൽകി തരുവാൻ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ ശക്തമായിരിക്കുന്ന ഒരു രക്തം വേണമായിരുന്നു. എന്നാൽ പാപികളായിരിക്കും നമ്മളെ സ്നേഹിച്ച് ദൈവം തന്റെ ഏകജാതനെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ താണുലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയും അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവന്റെ പരിശുദ്ധ നിണം, പരിശുദ്ധ രക്തം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ കഴിവാൻ തക്കവണ്ണം ഭൂമിയിൽ ചൊരിയപ്പെടുകയും ചെയ്തു.